പിന്നെ നാലാമത്തെ പ്രോപ്പർട്ടി ഇസ് തെർമൽ കണ്ടക്ടിവിറ്റി. ഇപ്പോൾ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി പറഞ്ഞ പോലെ തെർമൽ കണ്ടക്ടിവിറ്റി അതെന്താണ്? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് മെറ്റൽ ടു കണ്ടക്ട് ഹീറ്റ്. ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റൽസ്. ഇതൊക്കെ ബേസിക് ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതും തെർമൽ കണ്ടക്ടിവിറ്റിയും ഒക്കെ. ഓക്കെ, സോ മെറ്റലിന് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതൊക്കെ. ദ പ്രോപ്പർട്ടി ഇസ് യൂട്ടിലൈസ്ഡ് ഇൻ കുക്കിംഗ് യൂട്ടൻസിൽസ്. ഇവിടെയും ആരാണ് ബെസ്റ്റ് കണ്ടക്ടർ? സിൽവർ ഇസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. അലുമിനിയം ആൻഡ് കോപ്പർ ഹാവ് റിലേറ്റീവ്ലി ഹൈ തെർമൽ കണ്ടക്ടിവിറ്റീസ്. ഇലക്ട്രിസിറ്റീൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, അപ്പോൾ അലുമിനിയം കോപ്പറും നമുക്കറിയാം. അലുമിനിയത്തിൻ്റെ പാത്രങ്ങളും കോപ്പറിൻ്റെ പാത്രങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ? ഇരുമ്പിൻ്റെ പാത്രങ്ങളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യും? നന്നായിട്ട് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യും. പിന്നെ ഡയമണ്ടും ആരാണ്? കാർബണിൻ്റെ അലോട്രോപ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കാർബണിൻ്റെ ഒരു ബ്യൂട്ടി. കാർബൺ നമ്മൾ ശ്വസിക്കുന്ന അതിലുണ്ട് കാർബൺ. ഇനിയിപ്പോൾ നമ്മുടെ പെൻസിലിലും ഉണ്ട് കാർബൺ. ആ കാർബണിൻ്റെ വേറൊരു ഫോമാണ് ഡയമണ്ട്. ഓക്കെ, കരിയിലും ഉണ്ട് കാർബൺ. അങ്ങനെ കാർബൺ ഒരു അടിപൊളി ആളാണ്. ഓക്കെ, നമുക്ക് വരും ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കാർബണിൻ്റെ ഓർഗാനിക് കെമിസ്ട്രി അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ കാർബണിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ പറയും. അപ്പോൾ ഡയമണ്ട് ഈസ് ആൻ അലോട്രോപ്പ് ഓഫ് കാർബൺ. ഈ ഡയമണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ആളാണ്. ഹയസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി ഈസ് ഫോർ ഡയമണ്ട്. പിന്നെ ഈ ഗ്ലാസ്സൊക്കെ കട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യും. ഈ ഡയമണ്ട് ഭയങ്കര ഹാർഡാണ്. നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പൊട്ടിക്കാൻ പറ്റില്ല ഡയമണ്ടിനെ. അപ്പോൾ ഗ്ലാസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഷാർപ്പായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യും? ഡയമണ്ടിനെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് സൊണോരിറ്റി. എത്ര പേരുടെ കാലിൽ പാദസരമുണ്ട്? ആ പാദസരത്തിന് ഇങ്ങനെ ഒരു കിലുക്കമൊക്കെ ഉണ്ടാവും അല്ലേ? പിന്നെ ചിലങ്ക, ഡാൻസേഴ്സൊക്കെ ഉണ്ട് ഇവിടെ. ചിലങ്കയിൽ എത്ര പേരുണ്ട്? അപ്പോൾ ചിലങ്ക, പിന്നെ നമ്മളെ സ്കൂളിലെ ബെല്ല്. ഓക്കെ, 2 മരക്കഷ്ണം എടുത്തിട്ട് നിങ്ങളൊന്ന് ഇങ്ങനെ അടിച്ചു നോക്കൂ, സൗണ്ട് ഉണ്ടോ? ഇല്ല. അത് മെറ്റലായിട്ട് ഇങ്ങനെ ഹാർഡ് മെറ്റലായിട്ട് നമ്മൾ അതിനെ സ്ട്രക്ക് ചെയ്യുന്ന സമയത്ത്, ഇടിക്കുന്ന സമയത്ത് അവിടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ സോണോറിറ്റി എന്ന് പറയുന്നത് മെറ്റലിൻ്റെ ആ ഒരു കപ്പാസിറ്റിയാണ്. വേറെ കുറച്ച് 2 പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് എടുത്തിട്ട് നിങ്ങളൊന്ന് അടിച്ചു നോക്ക്, അല്ലെങ്കിൽ റബ്ബർ, ബാക്കിയെല്ലാം മരത്തിൻ്റെ കഷ്ണങ്ങൾ, വുഡ് പീസും അങ്ങനെയൊന്നും നോക്കിയാൽ എന്ത് ചെയ്യില്ല, മെറ്റലിന് അത്ര സൗണ്ട് നമുക്ക് കിട്ടില്ല. സോ ദ എബിലിറ്റി ഓഫ് മെറ്റൽ ടു പ്രൊഡ്യൂസ് എ ക്യാരക്ടറിസ്റ്റിക് സൗണ്ട് when struck with a hard material. ഒരു ഹാർഡായിട്ടുള്ള മെറ്റീരിയലായിട്ട് സ്ട്രക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ക്യാരക്ടറിസ്റ്റിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, മെറ്റൽസ്, ആ മെറ്റലിൻ്റെ കപ്പാസിറ്റീനെയാണ് നമ്മൾ എന്ത് പറയുക? സോണോറിറ്റി എന്ന് പറയാം. ഓക്കെ, നമ്മുടെ ബെല്ല്, ജിംഗ്ലിംഗ് ഓഫ് ആംഗ്ലറ്റ്, മോസ്റ്റ് സോണറസ് മെറ്റൽ ഇസ് അഗെയിൻ സിൽവർ. അപ്പോൾ നമ്മളുടെ ഈ ഒരു കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നത് ആരാണ്? സിൽവറാണ്. സിൽവറിന് നല്ല തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, ഇലക്ട്രിസിറ്റി കണ്ടക്ടിവിറ്റി ഉണ്ട്, പിന്നെ സോണോറിറ്റി ഉണ്ട്. അപ്പോൾ സിൽവർ ഒരു ചില്ലറക്കാരനല്ല അല്ലേ? പിന്നെ വരുന്നതാണ് മെറ്റാലിക് ലസ്റ്റർ. അതായത് നമ്മുടെ മെറ്റലിൻ്റെ ആ ഒരു സർഫസ് എപ്പോഴും ഇങ്ങനെ ഒരു ഷൈനിങ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഗോൾഡ് സിൽവറിനൊക്കെ ഉണ്ടല്ലോ ഒരു ഷൈനിങ്, അത് പെട്ടെന്ന് മാഞ്ഞു പോകാത്ത ഷൈനിങ്ങാണ്. ചിലത് കുറച്ച് സമയത്തിനേ ഉണ്ടാവുള്ളൂ, എന്നാലും മെറ്റല് നന്നായിട്ട് ഷൈൻ ചെയ്യും. ഇപ്പം നമ്മൾ ഒരു ഇരുമ്പിൻ്റെ ആണിയൊക്കെ സാൻഡ് പേപ്പർ വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ റബ്ബ് ചെയ്ത ഭാഗം നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഷൈനിങ് കാണാം. അതേപോലെ സോഡിയം മെറ്റലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലാബിലൊക്കെ ഇനി പോവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണ്ടോ? സോഡിയം ഒരു മെറ്റലാണ്. പക്ഷെ നമുക്ക് ഭയങ്കര ലാഘവത്തോടെ കത്തി വെച്ചിട്ട് ഒരു ഹലുവയൊക്കെ കട്ട് ചെയ്യുന്നൊരു ലാഘവത്തോടെ നമുക്ക് എന്ത് കട്ട് ചെയ്യാൻ പറ്റും? സോഡിയം മെറ്റലിനെ കട്ട് ചെയ്യാൻ പറ്റും. അത് കട്ട് ചെയ്യുന്ന സമയത്ത് നൈഫ് ഉപയോഗിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ പുതിയ സർഫസ് ഇല്ലേ, ആ സർഫസിന് നല്ലൊരു ഷൈനിങ് ഉണ്ടാവേ. കുറച്ച് നേരത്തിനേ ഉണ്ടാവുള്ളൂ. നമ്മൾ കട്ട് ചെയ്ത് പോയി കുറച്ച് നേരം കഴിഞ്ഞ് വരുമ്പോൾ ആ ഷൈനിങ് ഒക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ കട്ട് ചെയ്ത് ഇങ്ങനെ 2 പീസ് ആവുന്ന ആ മൊമെൻറ്റിൽ അവിടെ നല്ലൊരു ഷൈനിങ് ഉണ്ടാവും. ഓക്കെ, സോഡിയം പൊട്ടാസ്യം ഒക്കെ അത് കാണിക്കുക. സോഡിയം ഒക്കെ ഭയങ്കര നമുക്ക് കത്തിയോണ്ട് നല്ല, ഇപ്പം മിസ് പറഞ്ഞില്ലേ, ഹലുവ പോലെ അല്ലെങ്കിൽ ബാർ സോപ്പുകളൊക്കെ കട്ട് ചെയ്യുന്ന പോലെ നല്ല രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം.
ഹാർഡേ അല്ല, നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അപ്പോൾ ഈ മെറ്റാലിക് ലസ്റ്ററിൻ്റെ ആപ്ലിക്കേഷൻ എന്താ? മേക്കിംഗ് ഓർണമെൻറ്റ്സ്, പിന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസ്, ഇലക്ട്രോണിക്സിലും ഒക്കെ നല്ല ഷൈനിങ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ഷൈനിങ് ആവാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടീനെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വരുന്ന പ്രോപ്പർട്ടിയാണ് ഹാർഡ്നെസ്. ജനറലി മെറ്റൽസ് ആർ ഹാർഡ്. ജനറലി മെറ്റൽസ് ഹാർഡാണ്. ഓക്കെ, ഇരുമ്പ്, നമ്മുടെ ഗോൾഡ്, സിൽവർ, നമുക്കറിയുന്ന അലുമിനിയം ഒക്കെ എന്താണ്? ഹാർഡാണ്. ബട്ട് എക്സെപ്ഷൻസ് ഉണ്ട്, ഒബ്വിയസ്ലി വേണമല്ലോ. ആരൊക്കെയാണ് എക്സെപ്ഷൻസ്? ലിത്തിയം, സോഡിയം, പൊട്ടാഷ്യം, ഇവരെന്താണ്? എക്സെപ്ഷൻസ് ആണ്. ഇവരത്ര ഹാർഡല്ല, ഇവർ സോഫ്റ്റാണ്. മിസ് പറഞ്ഞില്ലേ സോഡിയത്തിന് കത്തി വെച്ച് മുറിച്ച കാര്യം? ഓക്കെ, അപ്പോൾ കത്തി വെച്ച് നമ്മൾ വളരെ സിമ്പിളായിട്ട് മുറിക്കണമെങ്കിൽ അത് ഹാർഡല്ലല്ലോ, അത് സോഫ്റ്റാണ്. പിന്നെ ഈ മെറ്റൽസ് ജനറലി എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിലാണ് കാണുക. ഹാർഡും ആണ്, സോളിഡ് സ്റ്റേറ്റിലാണ് അവർ നമ്മൾ നോർമലി കാണുക. ഇവിടുത്തെ എക്സെപ്ഷൻസ് ആരാണ്? ഗാലിയവും സീഷ്യം ആണ്. ഗാലിയം, സീഷ്യം എന്ന് പറയുന്ന ഈ രണ്ട് മെറ്റൽസ് ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളതാണ്. MP മീൻസ് ലോ മെൽറ്റിംഗ് പോയിന്റ്. ഈ ഗാലിയം, സീഷ്യം ഒക്കെ ഒരു വാമർ ഡേയ്സിൽ, അത്യാവശ്യം ചൂടുള്ള ഒരു സമയത്ത് ലിക്വിഡ് ഫോമിലാണ് നിൽക്കുക. ഗാലിയം ഇപ്പം നമ്മുടെ കൈവെള്ളയിൽ വെച്ചാൽ ഈ ഗാലിയം അലിഞ്ഞു പോകും. ഗാലിയത്തിൻ്റെ ഒരു മെൽറ്റിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നത് ഒരു 29 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ്. അപ്പോൾ നമ്മളുടെ കൈവെള്ളയിലെ ചൂട് മതി ഗാലിയം അങ്ങോട്ട് അലിയാൻ തുടങ്ങും. അപ്പോൾ ഗാലിയം, സീഷ്യം ഒക്കെ എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളവരാണ്. ഒരു വാമർ ഡേ, അത്യാവശ്യം ചൂടുള്ള സമയത്ത് അത് ലിക്വിഡ് തന്നെ ആയിരിക്കും. ഇപ്പം മിസ് പറഞ്ഞല്ലോ ഒരു 29. അല്ലാതെ നമ്മുടെ റൂം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഒരു 25 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ അല്ലേ നമ്മൾ നോർമലി നമ്മുടെ ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നോർമൽ റൂം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ടെമ്പറേച്ചർ 25 ഡിഗ്രിയാണ്. ബട്ട് കുറച്ചും കൂടെ വാമറാവുന്ന സമയത്ത് ഗാലിയം, സീഷ്യം ഒക്കെ എന്താണ്? അതിൻ്റെ ലിക്വിഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുക. ബാക്കി എല്ലാ മെറ്റൽസും ഹാർഡാണ്, സോളിഡ് സ്റ്റേറ്റിലുമാണ്. ഹാർഡാണ്, പിന്നെ സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പോൾ എന്തായിരിക്കും? അവരുടെ മെൽറ്റിംഗ് പോയിന്റ് വിൽ ബി ഹൈ, ബോയിലിംഗ് പോയിന്റ് ഓൾസോ ഹൈ. ഓക്കെ, നമ്മൾ ഇരുമ്പിനെയൊക്കെ ചൂടാക്കിയാൽ അത് ഉരുകാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ പാത്രമൊക്കെ ഉണ്ടാക്കുന്നത് എത്ര ചൂടാക്കിയാലും നമ്മൾ പാത്രം എന്തെങ്കിലും ഉരുകുന്ന പോലെ നമ്മൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം മെറ്റൽസിന് എന്തുണ്ട്? ഹൈ മെൽറ്റിംഗ് പോയിന്റും ഹൈ ബോയിലിംഗ് പോയിന്റും ഉണ്ട്. ഓക്കെ, പിന്നെ ഡെൻസിറ്റി ഉണ്ട്. മെറ്റൽസ് ജനറലി ഹാവ് ഹൈ ഡെൻസിറ്റി. എന്താ ഡെൻസിറ്റി? സാന്ദ്രത അല്ലേ? ഇപ്പം നമ്മൾ ഒരു മരക്കഷ്ണം അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കഷ്ണം നമ്മൾ വെള്ളത്തിലിട്ടു, ഒരു ഇരുമ്പിൻ്റെ കഷ്ണം നമ്മൾ വെള്ളത്തിലിട്ടാൽ ഇരുമ്പിൻ്റെ കഷ്ണം എപ്പോഴും താഴെ പോകും. ഇരുമ്പല്ല, ജനറലി എല്ലാ മെറ്റൽസും എന്ത് ചെയ്യും? താഴെ പോകും. ഇവിടെ എക്സെപ്ഷൻസ് ഉണ്ട്. ലിത്തിയം, സോഡിയം, പൊട്ടാഷ്യം എന്താണ്? ലോ ഡെൻസിറ്റി ഉള്ളവരാ. ബട്ട് ബാക്കി എല്ലാവരും ഹൈ ഡെൻസിറ്റിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ആർക്കാണ്? ഇറിഡിയത്തിനും ഓസ്മിയത്തിനും. ഇറിഡിയം IR എന്നാട്ടോ നമ്മൾ അതിനെ കെമിക്കൽ സിംബലൈസ് ചെയ്യുമ്പോൾ IR. ഓസ്മിയം OS. ഇവർ രണ്ടാളും ഹൈ ഡെൻസിറ്റിയുള്ള മെറ്റൽസ് ആണ്. ലിത്തിയം, സോഡിയം, പൊട്ടാഷ്യം അവർ ലോ ഡെൻസിറ്റി ഉള്ളവരാണ്. ഓക്കെ, സോ ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾക്ക് മെറ്റൽസിനെ ഫസ്റ്റ് മിസ് പറഞ്ഞ് അതേപോലെ ഒരു ഡെഫിനിഷൻ നമുക്ക് ഒന്നും കൂടെ കൊടുക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മൾ മെറ്റൽസിൻ്റെ പറയുന്നത്. So metals are the substances that generally exist in solid state, show high conductivity of heat and electricity, metallic luster and hardness. ഓക്കെ, അപ്പോൾ ഈ 7 പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ ഇതെല്ലാം കാണുന്ന ആൾക്കാരാണ് ആര്? മെറ്റൽസ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെറ്റൽസിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്സിൽ നമ്മൾ നോൺ മെറ്റലിനെ കുറിച്ചിട്ടും കുറച്ച് ഈ മെറ്റൽസിൻ്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസും കൂടെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ചാപ്റ്റർ. സിമ്പിളാണ്. അപ്പോൾ ഇതുവരെ ഓക്കെ അല്ലേ? ഹലോ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു? മെറ്റൽസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഓക്കെ ആണെന്ന് മിസ് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ഇതിൽ വരുന്നത്, ഇപ്പോൾ ചാപ്റ്റർ ഒരു പകുതി എത്തി നിൽക്കണം. ഇനി നോൺ മെറ്റൽസിനെ കുറിച്ചിട്ടാണ്. നോൺ മെറ്റൽസിനെ കുറിച്ചിട്ട് അങ്ങനെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്നില്ല, ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എന്താണ് നോൺ മെറ്റൽ?
നോൺ മെറ്റലിനെ ജനറലി ഹാവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓപ്പോസിറ്റ് ടു ദോസ് ഓഫ് മെറ്റൽസ്. മെറ്റൽസിന് നേരെ ഓപ്പോസിറ്റാണ് നോൺ മെറ്റൽസ്. നമുക്ക് സിമ്പിളായിട്ട് അങ്ങനെ പറയാം. ഓക്കെ, ഏതൊക്കെയാണ് മിസ് കുറച്ച് ഇവിടെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. മെറ്റൽസ് ഹാർഡാണ്, പക്ഷെ നോൺ മെറ്റൽസ് ജനറലി ലെസ് ഹാർഡ്. ഡു നോട്ട് ഷോ സോണോറിറ്റി, generally do not conduct heat and electricity. Graphite is the exception and diamond is the exception for thermal conductor. പിന്നെ do not possess metallic luster. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ മെറ്റലിന് പറഞ്ഞ എല്ലാ കാര്യം ഇവിടെ ഇല്ല 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 അല്ലെങ്കിൽ കുറവാന്ന് പറഞ്ഞാൽ എന്തായി? നോൺ മെറ്റലായി. ലെസ് ഹാർഡാണ്, ഡു നോട്ട് ഷോ സോണോറിറ്റി, ഡു നോട്ട് കണ്ടക്ട് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആൻഡ് ഡു നോട്ട് പൊസസ് മെറ്റാലിക് ലസ്റ്റർ ആൻഡ് കമ്പാരിറ്റീവ്ലി ലോ മെൽറ്റിംഗ് പോയിന്റ്, ലോ ബോയിലിംഗ് പോയിന്റ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ മെറ്റലിൻ്റെ ഓപ്പോസിറ്റ്. ഇനി 1-2 കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് റിയാക്ഷൻസ്. ഓക്കെ, സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സംഭവം. അപ്പോൾ ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഡിഫർ ഇൻ ദെയർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് അണ്ടർഗോ വേരിയസ് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ ഒബ്വിയസ്ലി മെറ്റലും നോൺ മെറ്റലിൻ്റെയും പ്രോപ്പർട്ടീസിൽ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആവുന്ന സാഹചര്യത്തിൽ അവരുടെ റിയാക്ഷൻ കെമിക്കൽ പ്രോപ്പർട്ടീസിലും കെമിക്കൽ റിയാക്ഷൻസിലും ഡിഫറൻസ് വേണം. അപ്പോൾ നമ്മളുടെ മെറ്റൽ അറ്റ്മോസ്ഫിയറിക് എയർ, നമ്മുടെ വായുവില്ലേ, വായുവായിട്ട് റിയാക്ട് ചെയ്യുക. മോസ്റ്റ് മെറ്റൽ റിയാക്ട് വിത്ത് ഓക്സിജൻ ഇൻ ദ എയർ ടു ഫോം കറസ്പോണ്ടിങ് ഓക്സൈഡ്സ്. അപ്പോൾ എന്താണ്, എല്ലാ മെറ്റലും ഈ സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം അങ്ങനത്തെ ഈ അങ്ങനെയുള്ള ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആണ് ഇവരൊക്കെ. അപ്പോൾ നോബിൾ മെറ്റൽസ് എന്നൊക്കെ പറയും. ഈ നോബിൾ ഗ്യാസ് അങ്ങനെ കൂടുതൽ റിയാക്ഷൻസിലൊന്നും പങ്കെടുക്കാത്തവരല്ലേ. നമ്മുടെ 18th ഗ്രൂപ്പിൽ വരുന്ന ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിലെ പോലെ ഇവരെ നമ്മൾ നോബിൾ മെറ്റൽസ് എന്നാണ് പറയാം. അതായത് സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം ഒന്നും അങ്ങനെ ഇങ്ങനെയും റിയാക്ഷനിൽ പങ്കെടുക്കാത്തവരാണ്. ഓക്കെ, സോ നോർമലി മോസ്റ്റ് ഓഫ് ദ മെറ്റൽസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ഇൻ എയർ. നമ്മുടെ എയറിൽ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓക്സൈഡ്സ് ഉണ്ടാവും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മെഗ്നീഷ്യം റിബൺ നമ്മൾ കത്തുന്നത് എന്താ? ആക്ച്വലി കത്തുന്നത് ഓക്സിജനായിട്ടുള്ള റിയാക്ഷൻ അല്ലേ, ഓക്സിഡേഷൻ അല്ലേ കത്തുമ്പോൾ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വൈറ്റ് പൗഡർ ഉണ്ടാവും. ആ വൈറ്റ് പൗഡർ എന്താണ്? മെഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡ് ആയിട്ടുള്ള മെഗ്നീഷ്യം ഓക്സൈഡാണ് ഉണ്ടാവുന്നത്. ബൈ എ കെമിക്കൽ ഫോർമുല 2Mg plus O2 gives 2MgO. MgO ആണ് എന്ത്? മെഗ്നീഷ്യം ഓക്സൈഡ്. ഓക്കെ, അപ്പോൾ ഒരു മെഗ്നീഷ്യം റിബൺ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് മെഗ്നീഷ്യം എടുത്തിട്ട് നമ്മൾ എയറിൽ കത്തിക്കുന്നു. അപ്പോൾ നമുക്ക് മെഗ്നീഷ്യം ഓക്സൈഡ് കിട്ടുന്നു, ഒരു വൈറ്റ് പൗഡർ. ഈ വൈറ്റ് പൗഡറിനെ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തു. ഓക്കെ, അപ്പോൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഈ MgO plus H2O അവിടെ എന്ത് കിട്ടും? MgOH twice, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, MgOH twice മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഇത് ഒരു ബേസിക് ആയിട്ടുള്ള സൊല്യൂഷനാണ്, ബേസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലിറ്റ്മസ് പേപ്പർ, റെഡ് ലിറ്റ്മസ് പേപ്പർ അതിൽ ഡിപ്പ് ചെയ്ത് നോക്കിയാൽ ആ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്താവും? ബ്ലൂ ആയിട്ട് കൺവേർട്ട് ചെയ്യും. വിച്ച് മീൻസ് എന്താണ്? അതൊരു ബേസിക് നേച്ചറിലുള്ളതാണ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം. നമുക്ക് അടുത്ത ആസിഡ്സ്, ബേസസ്, സോൾട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിലും നമുക്ക് ഇതേ കോൺസെപ്റ്റ് ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സ്ഥലത്ത് പഠിച്ചാൽ നമുക്ക് അവിടെയും അത് കണക്ട് ചെയ്യാൻ പറ്റും. ദെൻ സം മെറ്റൽസ് ഓൾസോ റിയാക്ട് വിത്ത് മോയ്സ്ചർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ എയർ. അതായത് നമ്മൾ പറഞ്ഞത് എന്താ? മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സൈഡ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ തന്നെ ചില മെറ്റൽസ്, എല്ലാവരും ഒന്നുമില്ല കേട്ടോ, വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് എന്ത് ചെയ്യും? എയറിലെ മോയ്സ്ചറായിട്ടും കാർബൺ ഡൈ ഓക്സൈഡായിട്ടും റിയാക്ട് ചെയ്യും. എന്നിട്ട് കറസ്പോണ്ടിങ് കോമ്പൗണ്ട്സ് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ നമ്മൾ മെറ്റലിൻ്റെ കേസിൽ പറഞ്ഞു, മെജോറിറ്റി മെറ്റൽസും എന്താണ്? സോളിഡ് സ്റ്റേറ്റ്. ഇനി 2 മെറ്റൽസ് മാത്രം, ഗാലിയം, സീഷ്യമാണ് ഒരു റൂം ടെമ്പറേച്ചറിൻ്റെ മുകളിൽ കുറച്ച് പോയാൽ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നത്. എന്നാൽ നോൺ മെറ്റൽസ് അങ്ങനെയല്ല. നോൺ മെറ്റൽസ് 3 സ്റ്റേറ്റിലും കാണും. ഓക്കെ, കാർബൺ, സൾഫർ ഇവരൊക്കെ എന്താണ്? സോളിഡ്സ് ആണ്. ബ്രോമിൻ ലിക്വിഡാണ്. ഓക്സിജൻ, നൈട്രജൻ ഇവരൊക്കെ നോൺ മെറ്റലും ആണ്, ഇവരൊക്കെ ഗ്യാസസും ആണ്. ഓക്കെ, നമുക്കറിയുന്ന ആൾക്കാർ തന്നെയാണ്.
സോ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇങ്ങനെ 3 സ്റ്റേജിലും ആര് നിൽക്കുന്നുണ്ട്? നോൺ മെറ്റൽസ് നിൽക്കുന്നുണ്ട്.